ഇനി കുറെ ദിവസമായിട്ടാ മോമോസ് വെക്കുന്നത്. ഞങ്ങളിവിടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു സമാധാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അവിടെ പിള്ളേരെ പോയി വിളിച്ചു കൊണ്ടുവന്നേക്കാം. ഞാൻ ചിക്കനൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്. മോമോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിള്ളേർക്ക് ഷട്ടിൽ കളിക്കാൻ സ്ഥലമില്ല. എവിടെയൊക്കെ കളിച്ചപ്പോ അവർ വീടിന്റെ മുറ്റത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ മിന്നോ? റൂട്ടില് ഫുട്ബോള് സംഭവങ്ങൾ ചില്ല് പൊട്ടിക്കണ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷട്ടിൽ കോക്ക് വീട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത്രയും ചെടിയുള്ള വീടൊന്നുമല്ലല്ലോ. അത് സോസ് ഉണ്ടാക്കാട്ടോ. അത് ഇതിന്റെ സോസ് ഞാൻ മറ്റേ ടൊമാറ്റോ സോസ് അല്ല, ഇതില് ടൊമാറ്റോയും മുളക് പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. അതിന് നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം വേവിക്കാൻ വെക്കട്ടെ. പിന്നെ ആനന്ദകരമാക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇഞ്ചി എന്റെ സ്റ്റാൻഡ് ഉണ്ട്. അതിന് ഞങ്ങൾ സാധനം മേടിച്ചു. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. അയ്യോ പറയൂ മേമേ. മൈദ കുഴക്കാണ്. മൈദ, ഉപ്പ്, പിന്നെ സാധാ വെള്ളം വെച്ചിട്ട് കുഴക്കുക. എന്നിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക. കുഞ്ഞു ഉണ്ണിക്കുട്ടനും പോയി. അവർ എക്സിബിഷന് പോയി. ഞാനും അഭിച്ചേട്ടനും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ഞാൻ ഈ മൈദയൊക്കെ കുഴച്ച് വെച്ച് പോയിണ്ടായിരുന്നു കേട്ടോ. കുഴച്ച് വെച്ച് ഈ ചിക്കൻ്റെ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ പോയിണ്ടായിരുന്നേ. അപ്പോൾ അതേ വന്നു. ഉണ്ടാക്കി കൊടുക്കാണ്ട് സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേ വന്നത് ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി. ഇതേപ്പോൾ ഒരു ട്രിപ്പ് ആമി പരത്തി കൊടുത്തിരിക്കണം. ഞാൻ വലുതാക്കി. സാധാരണ ഞാൻ ചെറുതാക്കാറ്. വയ്യ. കുഞ്ഞിതുണ്ടാക്കണമെങ്കിൽ കുറേ നേരം നിൽക്കണം. എണ്ണം ഒരു 40-50 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ഇതിപ്പോ വലുതാക്കി ഞാൻ ടേസ്റ്റ് ശരിയാക്കി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ മൊമോസുകളാട്ടോ. ഒരു നമുക്കറിയാൻ പറ്റുമോ അത് കണ്ടു കഴിഞ്ഞാൽ വെന്തോ ഇല്ലേന്നൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടോ. ഫുള്ളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ചിക്കൻ്റെ മിക്സിങ്ങിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആകെ ഒരു ഹറിബറി. അതിൻ്റെ ഇടയിൽ ഒരു കല്യാണത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പച്ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഒന്ന് കല്യാണത്തിന് പോകണ്ടേന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെ പ്ലേറ്റിംഗ് ഒക്കെ ഇങ്ങനെ കുക്കറി ഷോയിലൊക്കെ കാണുന്ന പോലെ ഡോട്ടൊക്കെ ഇട്ട് സ്പ്രെഡൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോമോസ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മാത്രമല്ല നമുക്ക് ഒരുപാട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാമല്ലോ, വയറ് നിറച്ച് കഴിക്കാം. പിന്നെ ഇങ്ങനത്തെ സോസും നല്ല ടേസ്റ്റാണ്. മോമോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പിള്ളേർക്ക് നല്ല ഡെക്കറേറ്റീവായിട്ടൊക്കെ കൊടുത്തു. ഉണ്ണിക്കുട്ടനും കുഞ്ഞുവിനൊക്കെ പാഴ്സൽ ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. അവരപ്പോഴത്തേനും പോയായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.